അഭിഷേകം എന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവത്തിനായി കാത്തിരിക്കുന്ന ഒരു ദൈവിക അനുഭവം ദൈവമക്കളായ നമ്മുടെ എല്ലാവരുടെയും മേൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാത്തിരിക്കുക, അത് വലിയൊരു വരവാണ് പ്രിയമുള്ളവരെ. യെശയ്യാ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വചനഭാഗത്തിൽ പറയുകയാണ്, കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. ഇത് വെറുതെയല്ല കർത്താവ് പറഞ്ഞത്. 1-ാം അധ്യായം തുടങ്ങി യെശയ്യാ പുസ്തകം 39-ാം അധ്യായം വരെയുള്ള ഒരു സാഹചര്യമല്ലായിരുന്നു 40-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നപ്പോൾ 40-ന്റെ 1 ആശ്വസിപ്പിക്കുന്ന ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞിട്ടാണ് ഇസ്രായേൽ ജനത്തോട് കാത്തിരിക്കാൻ വേണ്ടി പറയുന്ന ഒരു ദൈവത്തിന്റെ ഒരു ദൈവിക ആലോചന വെളിപ്പെടുന്നത് കാണാൻ കഴിയുന്നത്. കാത്തിരിക്കുന്ന മനുഷ്യന്റെ മേലേക്ക് പകരപ്പെടുന്ന ഒരു ശക്തിയുണ്ട്. അത് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പസ്തോലന്മാർ കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴുള്ള ഒരു ദൈവിക ശക്തി, അത് ഉന്നതത്തിൽ നിന്നാണ് ഈ ശക്തി വെളിപ്പെടുന്നതും. ഈ ഉന്നതത്തിന് വെളിപ്പെടുത്തുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയുവാൻ ഇടവരുത്തുന്ന ഒരു സാഹചര്യം കർത്താവ് നമ്മുടെ മേൽ ചൊരിയും. കാത്തിരിക്കുന്നവർക്കോ ഈ ശക്തിയുടെ വലിപ്പം അറിയത്തുള്ളൂ. കാത്തിരിക്കുന്നവർ ഈ ശക്തിയെ വീണ്ടും വീണ്ടും പകരുവാൻ ഇടവരും. കാത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും. അപ്പോസ്തലന്മാരെല്ലാം കാത്തിരുന്നു. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം കുലുങ്ങി. അവരുടെ ഭാഷകൾ മാറി, അവരുടെ ദർശനങ്ങൾ മാറി, അവരുടെ ആലോചനകൾ മാറി. അവരും ദൈവമായിട്ടുള്ള ബന്ധത്തിന് മാറ്റം വന്നു. ബലപ്പെടുത്തുന്നവന്റെ ഒരു കരം അവിടെ മധ്യ ദൈവം വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാത്തിരിക്കുന്നവന്റെ മേൽ ശക്തി പകർന്നാൽ അടുത്ത തലമാണ് ആശ്വസിപ്പിക്കുവാനും ബലപ്പെടുത്തുവാനും അനുഗ്രഹിക്കുവാനും കരുതുവാനും സംരക്ഷിക്കുവാനും കൂടെ നിർത്തുവാനും കഴിയുന്നത്. ആദ്യം നമ്മൾ പ്രാപിക്കേണ്ടത് പ്രാപിക്കണം. കർത്താവ് ഒരിക്കൽ ശമരിയക്കാരി സ്ത്രീയോട് പറഞ്ഞതാണ്, ഞാൻ നിനക്ക് തരാനിരിക്കുന്ന ജലം നീ വാങ്ങി കുടിച്ചാൽ നിനക്ക് ഇനി ഒരിക്കലും ദാഹിക്കുകയില്ല. നിന്നോട് പറഞ്ഞവൻ ആരെന്ന് നീ അറിഞ്ഞായിരുന്നുവെങ്കിൽ നീ ഇത് വാങ്ങി കുടിക്കുമായിരുന്നു. കണ്ടോ, യേശുവിന്റെ അടുക്കൽ വന്ന് യേശു ആരാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദൈവിക അനുഭവം ഉണ്ടല്ലോ. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ ആ യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനാണ് ഇടവന്നത്. യേശു അവളെ കാത്തിരുന്നു. ആ കിണറ്റിൻകരയിലേക്ക് വരുന്നത് നോക്കി. നമ്മെ കാത്തിരിക്കുന്ന ഒരു ദൈവം, നമ്മൾ അവന് വേണ്ടി ഒന്ന് കാത്തിരിക്കാമോ? നമ്മെ കരുതിയൊരു കർത്താവ്, നമ്മെ കരുതുന്ന ഒരു കർത്താവിന്റെ സന്നിധി നമുക്ക് കാത്തിരിക്കാമോ? ഇവിടെ ആ വചനം പറഞ്ഞു, ഒരു ഇടയൻ എന്ന നിലയിൽ ദൈവത്തിന്റെ സ്നേഹം. ഏതെങ്കിലും ആടുകൾ വഴിതെറ്റിയാൽ ഇടയൻ അതിനെ അന്വേഷിച്ച് പുറപ്പെടും. ഏതെങ്കിലും ഒരു സംഭവം ഒരാളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ അത് കണ്ടെത്തുന്നോളം വരെയും അത് അന്വേഷിക്കും. ഏതെങ്കിലും ഒരു സാധനം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ അതിനെ അന്വേഷിച്ചു പോകാത്തവരാരാകുന്നത്? അത് വിലയേറിയതാണെങ്കിൽ കണ്ടെത്തി കഴിയുമ്പോഴുള്ള സന്തോഷം. ഇവിടെ നമ്മൾ തിരിച്ചറിയുന്നത് ദൈവപ്രവൃത്തികളെ സംശയിക്കുന്നവരെ ഓർപ്പിച്ചു ഉണർത്തുവാനുള്ള ഒരു ദൈവിക സന്ദേശമാണ്.
കാത്തിരുന്നാൽ നിന്റെ ആത്മീയ തലം ബലപ്പെടും, അഭിഷേകം കൊണ്ട് നിറയ്ക്കും. ഞാൻ പറയാം, നമ്മൾ ജോലി ചെയ്യുന്ന മക്കളെ ദൂരെയാണെങ്കിൽ അവർ വരുന്നോടം വരെയും കാത്തിരിക്കും. നമ്മൾ മറ്റുള്ളവർക്കെല്ലാം വേണ്ടി കാത്തിരിക്കും. യേശു പറയാണ്, എന്നെ പ്രാപിക്കേണ്ടത് നിങ്ങൾ എന്റെ സന്നിധിയിൽ ഒന്ന് കാത്തിരിക്കാമോ? സ്വർഗത്തിന്റെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ തരാൻ കഴിയുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ മടുപ്പില്ലാതെ, മടിയില്ലാതെ, പ്രാർത്ഥനയോടെ ഒന്ന് ഉച്ചരിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ കുടുംബം ഇന്ന് അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിന് ഇന്ന് വലിയ മാറ്റമുണ്ടാകും. നിങ്ങളുടെ ജീവിത അന്തരീക്ഷം ഇന്ന് ദൈവം മാറ്റും. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് ഇറങ്ങി വരും. നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും വേദനിക്കേണ്ടി വരികയില്ല. നിങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല. നിങ്ങളുടെ ജീവിത പങ്കാളിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വരികയില്ല. എത്ര വലിയ പ്രശ്നങ്ങളോ കഷ്ടതകളോ കടന്നു വന്നാലും അതിജീവിക്കാനുള്ള കൃപ ദൈവം തന്നു നമ്മളെ ബലപ്പെടുത്തും. യോബിന്റെ പുസ്തകത്തിൽ ഇതുപോലെ കാത്തിരിക്കുന്ന ഒരു ദൈവിക അനുഭവം നമുക്ക് കാണാൻ കഴിയും. എന്റെ ദൈവം എന്നോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ കൂടെ നമുക്ക് കൂടെ ചേർന്ന് കാത്തിരിക്കാൻ കഴിയുമെങ്കിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. കർത്താവിന്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.